കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ ഷിബു പടപ്പറമ്പത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. CPI-ലെ ടീന ടിനുവാണ് വൈസ് പ്രസിഡന്റ്. നേതൃത്വവുമായി അകൽച്ചയിലായിരുന്ന കോൺഗ്രസ് അംഗം സൗമ്യ ശശി തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ 2.5 മാസത്തിൽ താഴെ മാത്രമാണ് പുതിയ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും അധികാരത്തിൽ തുടരാൻ കഴിയുന്നത്. കുറഞ്ഞ കാലയളവിനുള്ളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ഷിബു പടപ്പറമ്പത്ത് പറഞ്ഞു. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റായി CPM-ലെ ഷിബു പടപ്പറമ്പത്തും വൈസ് പ്രസിഡന്റായി CPI-ലെ ടീന ടിനുവും തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ജിൻസി മാത്യുവും സന്ധ്യ ജെയ്സണുമാണ് UDF-ന് വേണ്ടി മത്സരിച്ചത്. 8-നെതിരെ 6 വോട്ടുകൾക്കാണ് LDF-ന്റെ വിജയം. കോൺഗ്രസിലെ സൗമ്യ ശശി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും 2 വർഷമായി LDF-ഉം കോൺഗ്രസ് വിമതരും ചേർന്ന കൂട്ടുകെട്ടാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. ഇപ്പോൾ LDF-ന് നേരിട്ട് ഭരണത്തിലെത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഭരണസമിതി അധികാരത്തിലെത്തുന്നതുവരെയുള്ള 2.5 മാസത്തിൽ താഴെയാണ് ഇവർക്ക് അധികാരം ലഭിക്കുന്നത്. കുറഞ്ഞ കാലയളവാണെങ്കിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ഷിബു പടപ്പറമ്പത്ത് പറഞ്ഞു. വളരെ ചുരുങ്ങിയ കാലാവധിയാണ് നമുക്ക് മുന്നിലുള്ളതെങ്കിൽ പോലും ഈ വർഷത്തെ മുഴുവൻ പദ്ധതികളും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കും. നിരവധിയായ ക്ഷേമ പദ്ധതികളുണ്ട്. ഇപ്പോൾ ഈ വർഷം വിവിധ മേഖലകളിൽ ആവിഷ്കരിച്ചിട്ടുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട്, വെറ്റിനറിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വീട് മെയിൻ്റനൻസ് അടക്കം നിരവധിയായ ക്ഷേമ പദ്ധതികളുണ്ട്. അതെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കും. തെരുവുകളൊക്കെ അടക്കമുള്ള എല്ലാം നമുക്ക് പുതുതായി സ്ഥാപിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വിപുലമായ വിസ്തൃതിയുള്ള പഞ്ചായത്താണ്. വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. കർഷകരെ സംബന്ധിച്ച്, കർഷക തൊഴിലാളികളെ സംബന്ധിച്ച് ഒക്കെ എല്ലാ വിഷയങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം എടുത്തുകൊണ്ട് എല്ലാവരെയും തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. 3 മാസം മുമ്പ് പ്രസിഡന്റായിരുന്ന സിബി മാത്യു, വൈസ് പ്രസിഡന്റായിരുന്ന ലിസി ജോളി, മെമ്പർ ഉഷ ശിവൻ എന്നിവരെ കൂറുമാറിയതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 3 വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരുന്നതിനാൽ ഭരണസമിതിയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ 15 ആണ്. ഇതിൽ 8 പേരാണ് LDF-നുള്ളത്, 7 പേർ UDF-ന്റേതാണ്. സൗമ്യ ശശി പങ്കെടുക്കാതിരുന്നതിനാൽ തെരഞ്ഞെടുപ്പിൽ UDF-ന് 1 വോട്ട് കുറഞ്ഞു. ഈ ഭരണസമിതിയുടെ ആദ്യത്തെ 2.5 വർഷം UDF-ആണ് ഭരിച്ചിരുന്നത്. കോൺഗ്രസിലെ ധാരണ നടപ്പാക്കാൻ സൈജൻ ചാക്കോ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് വിമതരും LDF-ഉം ചേർന്ന് ഭരണം പിടിച്ചത്. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും LDF സ്വീകരണം നൽകി. നെല്ലിമറ്റത്ത് ആഹ്ലാദ പ്രകടനവും നടത്തി. നേതാക്കളായ KE ജോയി, PT ബെന്നി, അഭിലാഷ് രാജ്, അഷ്കർ കരീം, PH നൌഷാദ്, ജോയി അറമ്പൻകുടി, MS പൗലോസ്, യാസിർ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. GTV ന്യൂസ്, കവളങ്ങാട്.